ടീച്ചേഴ്സിന്റെ സൈൻ വാങ്ങിയിട്ട് ജയ സ്റ്റാഫ് മീറ്റിംഗിനുള്ള റിഫ്രഷ്മെന്റ്സ് ഓർഡർ ചെയ്തോളൂ. ശരി സിസ്റ്ററെ. ആ ജയേ, ആരും ഒരാൾ എന്നെ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അയാളോട് വരാൻ പറയും. ആരാ? വരൂ. എന്താ വേണ്ടത്? ഞാൻ സ്റ്റീഫൻ. ഇവിടെ സെക്യൂരിറ്റിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് ചെറുമലച്ചൻ പറഞ്ഞിരുന്നു. ശരിയാ. ചേട്ടൻ ഇതിനു മുൻപ് എവിടെയായിരുന്നു? അത് ഞാൻ 12 കൊല്ലം ജയിലിലായിരുന്നു. ഭാര്യയുടെ മരണം കാരണം. ലിയ സിസ്റ്ററിനെ ഈ കത്തുമായി വരുന്ന സ്റ്റീഫൻ വിധിയുടെ കിണിയിൽ കുടുങ്ങിപ്പോയ ഒരു പാവമാണ്. തകർന്നു പോയ ആ മനുഷ്യനെ കൂടെ നിർത്തി ആശ്വസിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് തോന്നി. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ജോലി സ്റ്റീഫൻ ചേട്ടന് കൊടുക്കണം. സാധുവും സത്യസന്ധനുമാണെന്ന് എനിക്കുറപ്പുണ്ട്. പ്രാർത്ഥനകളോടെ ഫാദർ ജോൺ ചെറുമൽ. കൊച്ചുണ്ടായിട്ട് ചെലവൊന്നും ചെയ്തിട്ടില്ലേട്ടാ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇപ്പൊ മാസം കുറച്ച് കഴിഞ്ഞടാ, കൊഴപ്പൊന്നുമില്ലല്ലോ. അവളിപ്പോഴും വൈഫ് ഹൗസിലല്ലേ? അല്ലടാ, ഡൊമിനി അല്ലെങ്കിൽ വൈഫ് ഹൗസിൽ തന്നെയാ. അല്ലടാ, അയർനസും തന്നെയല്ലേ? ആ അല്ലപ്പോ മാമുദിശ ഒന്നും കഴിഞ്ഞിട്ടില്ലേ? മാമൂദിസയ്ക്ക് നിങ്ങൾ വിളിക്കും. അന്നാണ് സൂപ്പർ ചെലവ്. ഒരു മിനിറ്റ്, പിന്നെ കാണാം. ശരി പോട്ടാ. എന്തായി നമ്മുടെ കൊച്ചിന്റെ മാമോദിസയുടെ കാര്യം? 9 മാസമായില്ലേ? നോക്കാച്ചാ, ആ ഈ മാമോദിസ അങ്ങനെ നീട്ടുന്നത് നല്ലല്ലടാ. അതിപ്പോ കുഞ്ഞിനറിയില്ലല്ലോ അച്ഛാ. ആട്ടി, നമുക്കറിഞ്ഞൂടെ? നമ്മളത് പിന്നാക്കം വയ്ക്കുമ്പോ നമുക്കതിനുള്ള ഗൗരവം കുറയും. പിന്നെ എല്ലാ കാര്യങ്ങളും ഇത്രയൊക്കെ മതി എന്നുള്ളത് തോന്നലുണ്ടാവും. നമ്മൾ ഇതിനെ കാര്യമായി കണ്ടില്ലെങ്കിൽ ഇനി വരുന്ന തലമുറയുണ്ടല്ലോ, ഇതൊക്കെ കോമഡി ആയിട്ട് പുച്ഛിച്ച് തള്ളവര്. സ്പിരിച്വൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലേ ലൈഫിൽ കൃത്യമായ ഫോക്കസ് ഉണ്ടാവും. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് മാമോദിസ. എന്റെ അച്ഛോ, സ്കൂളിൽ പഠിക്കുമ്പോ അച്ഛന് നിമിഷപ്രസംഗത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലേ? മാമോദിസ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛോ. പക്ഷെ ചെറിയ വലിയ പ്രോബ്ലംസ്. ഞാനൊരു ഓർഫനാണെന്ന് അച്ഛനറിയാലോ. അയറിനാണെങ്കിൽ വീട്ടുകാരുമായിട്ട് എത്ര നല്ല ബന്ധത്തിലല്ല. കുഞ്ഞിനെ ആരും മാമൂസം നോക്കും. ഒക്കെ ശരിയാവും. പിന്നെ ഡൊമിനിയുടെ വൈഫിനെ കാണണമെന്ന് ഒരു സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാർമൽ കോൺവെന്റിൽ എന്തോ ആവശ്യത്തിന് വന്നാണെന്നാ പറഞ്ഞത്. എപ്പോഴാ പറ്റാന്ന് നീ ഒന്ന് അയറിനോട് ചോദിക്കാച്ചോ? ചോദിക്കേ. ഫോൺ കയ്യിലില്ലേ? ചോദിക്കങ്ങട്. ബൈബിള് വരെ ഡിജിറ്റലായി. എന്നിട്ട് പോയി ചോദിക്കാൻ നിക്ക. ഹലോ, എന്ത് ചേട്ടാ? എന്നെ കാണാനൊരു സിസ്റ്ററോ? എന്റെ റിലേഷനിലെ സിസ്റ്റേഴ്സ് ഇല്ലല്ലോ. മോള് ഉറങ്ങണേ ഉള്ളൂ. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വന്നോളാം പറ. ഹലോ. ഗുഡ് മോർണിംഗ് സ്റ്റീഫൻ ചേട്ടാ. തിരക്കിലാണോ? നമുക്ക് എന്ത് തിരക്ക് സിസ്റ്ററെ? പള്ളിയിൽ നിന്ന് വന്ന് കഞ്ഞിക്ക് കറി ഒപ്പിക്കുന്നു. എന്താ സിസ്റ്ററെ, സ്കൂളിൽ പോണോ? വേണ്ട വേണ്ട, ഞാനിപ്പോ ചേട്ടന്റെ നാട്ടിലാ. അല്പം കഴിഞ്ഞാ അയറിനെ കാണും. സ്റ്റീഫൻ ചേട്ടന് മോളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് വേണ്ടി സിസ്റ്റർ അവളോട് മാപ്പ് പറയണം. ഞാൻ കാരണല്ലേ അവളുടെ അമ്മ. സ്റ്റീഫൻ ചേട്ടാ പ്ലീസ്, എല്ലാം ശരിയാവും. അതിനാ ഈശോ എന്നെ അയറിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. സിസ്റ്ററെ സോറി, ഒന്നും തോന്നരുത്. കുഞ്ഞുറങ്ങണ കാരണം ഇവിടെ ഇരുത്തിയത്. വീട്ടിലെ പണികള് മോൾ ഉറങ്ങിയാലേ നടക്കുള്ളേ. അത് സാരമില്ല, ഡൊമിനിക് ഇൻഷുറൻസ് ഏജന്റ് ആണല്ലേ? അതെ,
എനിക്കാകെ അയറിന് മോള് മാത്രമേ ഉള്ളൂ. വളർന്നും പഠിച്ചൊക്കെ സിസ്റ്റേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടാ. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഉടനെ കിട്ടിയ ജോലിയാ ഇൻഷുറൻസിൽ. ബാങ്ക് ടെസ്റ്റ് എഴുതുന്നുണ്ട്. അയറിനിരിക്കെ ചോദിക്കട്ടെ, മോൾക്ക് പേരിട്ടോ? കാത്തറിൻ. കൊള്ളാം, സെയിന്റ് കാത്തറിൻ. ബന്ധത്തിൽ ആർക്കെങ്കിലും ഈ പേരുണ്ടോ? എൻ്റെ മമ്മിയുടെ ബാപ്റ്റിസ്റ്റ് നെയിമാണ്. ഇപ്പൊ മോളുണ്ടായിട്ട് ഒരു 10 മാസം ആവാറായില്ലേ? മാമോദീസ് നോക്കണ്ടേ? വേണം. പക്ഷേ ഈ തലതൊട്ടപ്പിൻ്റെയും തലതൊട്ടമ്മയുടെയും കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ. എന്ത് കൺഫ്യൂഷൻ? സാധാരണഗതിയില് ഡൊമിനിക്കിന്റെ അപ്പനോ അമ്മയാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആവേണ്ടത്. അവരിപ്പോ ജീവിച്ചിരിപ്പില്ലല്ലോ. അയറിന്റെ മമ്മിയും ഇപ്പൊ ഇല്ല. അയറിന്റെ പപ്പയില്ലേ? എന്റെ അമ്മേനെ കൊന്ന ആള് എന്റെ മോളെ തലത്തൊട്ടപ്പനാവണ്ട. അയറിൻ, ഈ ഇടവകയിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ആരായാലും കുഴപ്പമില്ല, എന്നാലും അയാളാവണ്ട. അയറിൻ, എന്തിനാ ഇങ്ങനെയൊക്കെ? എന്റെ അമ്മയെ കൊന്നവൻ അയാള് ഞാൻ എങ്ങനെയാ തലത്തൊട്ടപ്പനാക്കുന്നത്? അമ്മയെ കൊന്നെന്നോ? സിസ്റ്ററെ, അയറിന്റെ മമ്മിയുടെ മരണത്തിന് ഉത്തരവാദി അയറിന്റെ പപ്പയാണെന്നാ കോടതി വിധി. ഇപ്പോ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക അയറിന്റെ പപ്പ. പപ്പയോ? ആരുടെ പപ്പ? അയറിൻ, കൂൾ. കൊച്ചുണരും. ഈ സമയത്ത് എങ്ങനെ പ്രഷർ കേറ്റല്ലേ? ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം ഏതോ ഒരു കല്യാണത്തിന് പോവാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അമ്മാമ്മയും പപ്പയും റെഡിയായി. അമ്മ ഒരുങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പാപ്പനും കുഞ്ഞുങ്ങളും കൂടി കാറിൽ വന്നത് ഞങ്ങളെ കൊണ്ടുപോകാനായിരുന്നു. നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? മമ്മി, അപ്പാപ്പനങ്ങളൊക്കെ കാറായിട്ട് വന്നു. ഇപ്പൊ ഇറങ്ങിയാലേ കെട്ടിന് മുമ്പ് എത്തലോട്ടാ. നാളാണ് കൂടുന്നിടത്ത് ഒന്ന് ഒരുങ്ങി ചെന്നില്ലെങ്കിൽ എങ്ങനെയാ? അവസാനം കല്യാണ പെണ്ണ് മാറിപ്പോയിട്ട്. എടി ഷീലേ, പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട്? അത് പൊന്നും കൂടെ ആണെങ്കിലല്ലേ. പോന്നോട്ടാ, അളിയുടെ ട്രോളോട് ട്രോളാ. എന്താ, എനിക്ക് ഒരുങ്ങിക്കൂടെ? അതിനെന്തത്ര ചിരിക്കാനിരിക്കണേ? അല്ല, മേക്കപ്പിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ ഷീല, അത് പറഞ്ഞെന്നുള്ളൂ. പരിധിയെ എല്ലാവർക്കും ഉണ്ട്, അത് മറക്കണ്ട. എന്താ ശീല നീ ഇങ്ങനെ? പിന്നല്ലാതെ ഒരു കല്യാണത്തിന് മുമ്പ് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യും. അതിനിങ്ങനെ കളിയാക്കാനുണ്ടോ? സോറി ഷീലെ. എന്നാലും എന്താ കാക്ക വിളിച്ച കൊക്ക. ഓ, ഞാനപ്പ കാക്ക, അപ്പൊ കൊക്കാരാണാവോ? ഷീല, ഞാനൊരു തമാശ പറഞ്ഞാണ്, നീ അത് വിട്. ആ, അറിയാം. അല്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങൾക്കൊരു കോമഡി പീസ് ആണല്ലോ. ഒന്നും മതിയാക്ക് ഷീലെ, ഇറങ്ങാൻ നോക്കാം. ഇപ്പൊ തന്നെ ലേറ്റ് ആണ്, വാ. ഓ, കൊക്കപ്പ ഇവിടെ വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? അതായിരിക്കും ഇത്ര തിരക്ക്. രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ധൃതി. ഷീലെ, തോന്നിവാസം പറയണ നിർത്തിക്കോ നീ. ഓ, കൊണ്ടു അല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഞാനിപ്പോ ഒരു തോന്നിയാസക്കാരിയാണല്ലോ. കൊണ്ട അഴിഞ്ഞാട്ടക്കാരികളല്ലേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത്. നീ വാതില് തുറക്ക്. വാതില് തുറക്ക്. എല്ലാവരുടെയും മുമ്പിൽ അപമാനിതയായ എൻ്റെ മമ്മി ഗ്യാസ് ഓൺ ചെയ്ത് തീ കൊളുത്തിയതോടെ എൻ്റെ ജീവിതം ഇരുട്ടിലായി. തുടർന്ന് പോലീസ് വന്ന് മൊഴിയെടുത്തു. എല്ലാവരും തമാശ പറഞ്ഞ് ചിരിച്ചപ്പോ ഷീല അത് തമാശ എടുത്തില്ല. ഷീല എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെ ആയിരുന്നു. എന്താ ചെയ്യാ, അവൾക്ക് പറ്റിയൊരു അബദ്ധം, അല്ലാതെ എന്തു പറയാൻ. എന്തൊരു സന്തോഷം നിറഞ്ഞ വീടായിരുന്നു ഇത്. ഷീലയെ കൊച്ചായിക്കെന്ന് അവൾക്കെന്തോ പെട്ടെന്നൊരു തോന്നൽ. പാവം സ്റ്റീഫൻ, ഷീല എന്ന് പറഞ്ഞ അവന് ജീവനാ. ഷീലേച്ചി ഇത്ര നെർവസ് ആകുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. സ്റ്റീഫൻ അളിയൻ നല്ല ജോവിയൽ ടൈപ്പാ.
ഞങ്ങൾക്കൊക്കെ അളിയന്റെ ഹ്യൂമർ സെൻസ് ഇഷ്ടാ. ചേച്ചിക്ക് എന്തോ ആ ടൈമില് കോംപ്ലക്സ് വർക്കായി. പറയൂ മോളെ പറയ്. മമ്മിയും പപ്പയും കൂടി വഴക്കൂടി. മമ്മിയെ പപ്പ അടിച്ചു. അപ്പം മമ്മി കരഞ്ഞു. എന്നിട്ട് വീടിന്റെ അകത്തേക്ക് പോയി. എന്നിട്ടാ മമ്മി ആയിരന്റെ ആ മൊഴി കോടതി ഗൗരവമായിട്ടെടുത്തു. ഗാർഹിക പീഡനം, സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനം, ആത്മഹത്യാ പ്രേരണ, അങ്ങനെ വളരെ ശക്തമായ വകുപ്പുകളൊക്കെ പപ്പയ്ക്ക് ജീവപര്യന്തത്തിന് കാരണമായി. അയറിന്റെ മമ്മിക്കുണ്ടായ ദുരന്തം ചെറുതല്ല. എന്നാലും അതിന്റെ കാരണം പപ്പയാണെന്ന് പറയാൻ കഴിയോ? പിന്നെ ആരാ? എന്റെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് തലതൊട്ടപ്പനെയും തലതൊട്ടമ്മയെയും അന്വേഷിച്ച് നടക്കേണ്ടി വരുമായിരുന്നു. ഐറിനൊഴിച്ച് മറ്റെല്ലാവർക്കും പപ്പ നല്ലവനായിരുന്നു. ഐറിന്റെ മമ്മിക്ക് പെട്ടെന്ന് തോന്നിയൊരു നെഗറ്റിവിറ്റി. ശരിക്കും ദുരന്തം ഉണ്ടായത് ഐറിന്റെ മമ്മിക്കല്ല, പപ്പയ്ക്കാ. പപ്പയ്ക്കോ? നാടും വീടും ഇല്ലാതെ മനസ്സറിയാതെ സംഭവിച്ച ദുരന്തത്തിന്റെ പേരില് അയറിന്റെ പപ്പ ജയിലിൽ കഴിഞ്ഞത് എന്തിനായിരുന്നു? പക്ഷെ എന്റെ മമ്മി അതിന് പരിഹാരമല്ലേ പപ്പയ്ക്ക് കിട്ടിയ തടവ് ശിക്ഷ. അയറിന് പപ്പയും മമ്മിയും ഇല്ലെങ്കിലും അപ്പാപ്പനും അമ്മാമ്മയും റിലേറ്റീവ്സും എല്ലാരും ഉണ്ടായിരുന്നു. ഇപ്പോ ഡൊമിനിക്കും മോളും. പക്ഷെ പപ്പയ്ക്ക് ആരുണ്ട്? നാളെ അയറിന് ദേഷ്യം വന്ന് ഇങ്ങനൊരു മണ്ടത്തരം കാണിച്ച ഡൊമിനിക്കിന് ഇങ്ങനൊരു അവസ്ഥ വന്നാലോ? അയറിന്റെ മോള് മറ്റൊരു അയറിനായി മാറില്ലേ? സിസ്റ്ററെ, അപ്പോ ഞാൻ കാരണാണോ എന്റെ പപ്പ? ഹേയ്, കഴിഞ്ഞത് കഴിഞ്ഞു. പണ്ട് എന്തെങ്കിലും തെറ്റുകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായതാണെങ്കിലും ക്ഷമിക്കുക. ഐറിൻ, മോളുടെ പപ്പ അറിയാതെ ചെയ്ത തെറ്റിന് മോളോട് മാപ്പ് ചോദിക്കാനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്ന് ക്ഷമിച്ചൂടെ? സിസ്റ്ററെ, അപ്പൊ എന്റെ പപ്പ? മോള് പപ്പയോട് ക്ഷമിക്കണം. എന്നിട്ട് കാതറിന്റെ തലതൊട്ടപ്പനാക്കണം. മാമോദീസ എന്നാൽ ഒരു കുഞ്ഞിന്റെ പുതുജീവിതം മാത്രമല്ല, അയറിന്റെയും പപ്പയുടെയും പുതുജന്മമായിരിക്കും. മാമോദീസയിലൂടെ കുഞ്ഞിന്റെ കൂടെ തലതൊട്ടപ്പനും അമ്മയും കുടുംബം മുഴുവനും നവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഐറിൻ, അപ്പൊ നമുക്ക് വിളിച്ചാലോ? ആരെ? പപ്പേ.